ഒന്നല്ല, രണ്ടല്ല, മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂട്ടി SIT. ഒരാഴ്ച നടത്തിയ കൃത്യമായ പ്ലാനാണ് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടപ്പാക്കിയത്. ആദ്യ കേസുകളിലേതിന് സമാനമായി തന്നെയാണ് ഈ അതിജീവിതയെയും രാഹുൽ അതിവിദഗ്ധമായി സമീപിച്ചതും, ഒടുവിൽ പീഡിപ്പിച്ചതും, ഒടുവിൽ ചൂഷണം ചെയ്തതും, ഒടുവിൽ ഭീഷണിപ്പെടുത്തിയതും, ഒടുവിൽ സാമ്പത്തികമായി ലാഭം പോലും ഉണ്ടാക്കിയതും. വിവാഹ വാഗ്ദാനം നൽകുന്നു, ബലാത്സംഗം ചെയ്യുന്നു, കുഞ്ഞു വേണമെന്ന് നിർബന്ധിക്കുന്നു, ഗർഭിണിയായപ്പോൾ ഭീഷണിപ്പെടുത്തുന്നു, അധിക്ഷേപം നടത്തുന്നു, സഹോദരിയുടെ വിവാഹം മുടക്കുമെന്ന് പറയുന്നു, ഗർഭഛിദ്രം നടത്തണമെന്ന് ആദ്യം സ്നേഹത്തിലും പിന്നെ നിർബന്ധിക്കുന്നു, അതിനുശേഷം ദേഹോപദ്രവം തുടർച്ചയായി ഏൽപ്പിക്കുന്നു. ഗർഭഛിദ്രം നടത്തിയ ശേഷം യുവതി ആ ഭ്രൂണത്തിൽ DNA തെളിവ് ശേഖരിക്കാൻ വേണ്ടി അത് സൂക്ഷിക്കുന്നു. DNA പരിശോധനയ്ക്കായി ഭ്രൂണം സൂക്ഷിച്ചു എന്നുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആദ്യ 2 കേസുകളിലും പോലീസ് കടുപ്പിച്ചതോടെയാണ് മൂന്നാമത്തെ യുവതി പരാതിയുമായി എത്തുന്നത്. വിദേശത്തുള്ള യുവതി ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത്. വീഡിയോ കോൺഫറൻസിംഗിലൂടെ യുവതി നിർണായക മൊഴി അന്വേഷണ സംഘത്തിന് നൽകി. അന്വേഷണ സംഘത്തെ ലീഡ് ചെയ്യുന്ന ജി പൂങ്കുഴലി തന്നെ മൊഴി രേഖപ്പെടുത്തുന്നു. ഒരാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിരീക്ഷിച്ച ശേഷമാണ് അറസ്റ്റിലേക്ക് കടന്നത്. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരടങ്ങുന്ന 8-അംഗ സംഘമാണ് രാത്രി 12:30 പാലക്കാട്ടെ KPM ഹോട്ടലിലെത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. നൂറണിയിലെത്തി രാഹുലിനെ അന്വേഷണ സംഘം നിരീക്ഷിച്ചു. ഫ്ളാറ്റ് ഒഴിഞ്ഞതിന് പിന്നാലെ പാലക്കാട് KPM ഹോട്ടലിലായിരുന്നു രാഹുലിന്റെ താമസം. 2002 മുറിയുടെ സ്പെയർ കീ വാങ്ങിയ ശേഷം സമീപത്തെ മുറിയിൽ താമസിച്ച് നിരീക്ഷിച്ചു. പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെ മടങ്ങിയ സമയത്ത് രാത്രി 12:30 അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ലൈംഗിക പീഡനം, ഗർഭഛിദ്രം, സാമ്പത്തിക ചൂഷണം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. ബലാത്സംഗ വിവരം പുറത്തു പറഞ്ഞാൽ പിതാവിനെ അപായപ്പെടുത്തുമെന്നും സഹോദരിയുടെ വിവാഹം മുടക്കുമെന്നും രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്ന് യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. രാഹുലിന്റെ വാട്സപ്പ് ചാറ്റുകളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. പത്തനംതിട്ട എയർ ക്യാമ്പിൽ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ MLA ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി റിപ്പോർട്ടർ വാർത്താ സംഘം പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ഈ വാർത്ത ഇന്നലെ 1:45 റിപ്പോർട്ടർ പ്രേക്ഷകരെ അറിയിക്കുന്നത്. ഇന്നലെ 2 മണി മുതൽ തുടങ്ങിയ തത്സമയ സംപ്രേഷണം റിപ്പോർട്ടർ ഇപ്പോഴും തുടരുന്നു. വിവരങ്ങളുമായി റോഷിപാൽ, ഹരിമോഹൻ, ജയശങ്കർ, ഇക്ബാൽ അറക്കൽ, സോണൽ കൃഷ്ണ, വിനീത വേണു, TV പ്രസാദ്, അരുൺ സോളമൻ, ഇക്ബാൽ അറക്കൽ എന്നിവ ചേരുന്നു തത്സമയ വിവരങ്ങളുമായി. ആദ്യം ഇക്ബാലിലേക്ക്. എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. ഇക്ബാൽ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നമ്മൾ ഈ വാർത്താ പ്രഭാതത്തിൽ പ്രേക്ഷകരെ അറിയിക്കുന്നത്. ഒന്നാമത്തെയല്ല, രണ്ടാമത്തെയല്ല, മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ, അതിൽ പതിവിലും കവിഞ്ഞ കൂടുതൽ ആരോപണങ്ങളും തെളിവുകളുമുള്ള കേസിൽ ഇപ്പോൾ SIT കുടുക്കിയിരിക്കുകയാണ്. SIT അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. തന്ത്രപരമായ നീക്കമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കരുതിയുള്ള നീക്കം. ഇനി രക്ഷപ്പെട്ടു പോകാതിരിക്കാനും ഒളിവിൽ പോകാതിരിക്കാനും SIT നേരത്തെ തന്നെ വലവിരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ KPM റീജൻസിയിൽ നിന്ന് ഇന്നലെ രാത്രി 12:30 പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്? അതൊന്ന് തുടക്കം മുതൽ ഒന്ന് പ്രേക്ഷകരെ അറിയിക്കൂ. നൂറണി ഗ്രാമത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ കൂടി എത്തിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. SITക്ക് ഈ വിവരം എപ്പോൾ ലഭിച്ചു? എപ്പോൾ മുതൽ നിരീക്ഷണത്തിൽ? എങ്ങനെയാണ് അറസ്റ്റ്? ഇക്ബാൽ അറക്കൽ. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് ഈ ഒരാഴ്ച മുമ്പാണ് ഈ അതിജീവിത SIT സംഘത്തിന് പരാതി നൽകുന്നത്. അതിന്റെ നടപടികൾ സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ SIT സംഘം കൃത്യമായി തന്നെ രാഹുലിനെ നിരീക്ഷിക്കാൻ വേണ്ടി ആരംഭിക്കുന്നു. തൃശ്ശൂരിലായിരുന്നു രാഹുൽ ഉണ്ടായിരുന്നത്. 8-ാം തീയതി എല്ലാം തൃശ്ശൂരുണ്ടായിരുന്ന രാഹുൽ 9-ാം തീയതിയും തൃശ്ശൂരിൽ തന്നെ താമസിച്ച് അവിടെ പല പരിപാടികളിലും പങ്കെടുക്കുകയായിരുന്നു. ഇതിനിടയിലാണ് 9-ാം തീയതി വൈകിട്ടോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് തിരിക്കുന്നത്. നൂറണിക്ക് സമീപത്തുള്ള ഈ ക്ഷേത്രത്തിൽ ശാസ്താപ്രീതി ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. ഈ ചടങ്ങിൽ കോൺഗ്രസിന്റെ മുനിസിപ്പാലിറ്റി കൗൺസിലർക്കൊപ്പം പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വരുന്നത്. ഈ സമയത്ത് മുതൽ തന്നെ കൃത്യമായി തന്നെ SIT സംഘം രാഹുലിനെ നിരീക്ഷിക്കുന്നുണ്ട്. യുവതി പരാതി നൽകിയതിന് പിന്നാലെ തന്നെ SITയുടെ ഒരു വിഭാഗം ആളുകൾ പാലക്കാട്ടേക്ക് രാഹുലിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി എത്തുകയായിരുന്നു. ഇവർ കൃത്യമായി തന്നെ രാഹുൽ നൂറണിയിലേക്ക് പോകുമ്പോഴും അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകുമ്പോഴും എല്ലാം രാഹുലിനെ കൃത്യമായി തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു. KPMൽ 2002 എന്ന് പറയുന്ന 2ാമത്തെ നിലയിലുള്ള മുറിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്നത്. ഇതേ നിലയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ച അതേ നിലയിൽ തന്നെ SIT സംഘം താമസിക്കുകയും രാഹുലിനെ കൃത്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഹോട്ടലിലേക്ക് എത്തിയ വിവരം കൃത്യമായി തന്നെ SIT സംഘം മനസ്സിലാക്കുന്നുണ്ട്. SIT സംഘം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് പിന്നാലെ പരിശോധന നടത്തുമ്പോൾ ഈ സമയത്ത് MLA ഓഫീസിലെ ജീവനക്കാർ രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവർ പോകുന്നതുവരെ കൃത്യമായി തന്നെ SIT സംഘം കാത്തു നിൽക്കുന്നു. പോയതിനു ശേഷമാണ് പിന്നീട് ഈ കസ്റ്റഡി നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കം SIT സംഘം കടക്കുന്നത്. ഓരോ
ചുവടും SID സംഘം വളരെ ശ്രദ്ധിച്ചാണ് നടത്തിയത്. ഇതിന് കാരണം എന്ന് പറയുന്നത് നേരത്തെ രാഹുൽ ഈ മുഖ്യമന്ത്രിക്ക് അതിജീവിതമാർ പരാതി നൽകിയ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് ഒളിവിൽ പോവുകയും പിന്നീട് ദിവസങ്ങളോളം ഒളിവിൽ കഴിയുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഒളിവിൽ കഴിയുമ്പോൾ ഈ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ മാറി മാറി രാഹുലിന് രക്ഷപ്പെടാൻ സഹായമായത് വിവരങ്ങൾ കൃത്യമായി ചോർന്നു കിട്ടുന്നതാണ്. അത് പോലീസിൽ നിന്നായിക്കോട്ടെ, അതല്ലെങ്കിൽ മീഡിയാസ് വഴിക്ക് വാർത്തകൾ പുറത്തു വരുന്നതും രാഹുൽ വലിയ രീതിയിൽ സഹായകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിവരവും പുറത്തു പോകരുത് എന്നൊരു കണിശമായിട്ടുള്ള തീരുമാനം അത് SIDക്ക് ഉണ്ടായിരുന്നു. ഈ അതിജീവിത മൂന്നാമത്തെ ഈ ബലാത്സംഗ കേസ് അല്ലെങ്കിൽ അതിൽ പരാതി SID സംഘത്തിന് ലഭിക്കുമ്പോൾ ആ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനും അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള വിവരങ്ങൾ ഓരോ ഘട്ടത്തിലും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി കൃത്യമായി തന്നെ SID സംഘം നിരീക്ഷിച്ച് ആ കാര്യങ്ങളെല്ലാം നടപ്പാക്കി വരികയായിരുന്നു. പാലക്കാട്ടേക്ക് SID സംഘം എത്തുമ്പോൾ ആ വിവരം പോലും പാലക്കാട്ടെ പോലീസ് സംഘത്തിന് അല്ലെങ്കിൽ പാലക്കാട്ടെ ലോക്കൽ പോലീസ് സംഘത്തിന് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും നൽകാതെയായിരുന്നു SID സംഘത്തിന്റെ ഓരോ ഇടപെടലുകളും ഓരോ നീക്കങ്ങളും എന്ന് പറയുന്നത്. പിന്നീട് SID സംഘം ഈ രാഹുലിന്റെ കസ്റ്റഡി നടപടിയിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഒരു സഹായം തേടുന്നത്. പിന്നീട് ജില്ലാ പോലീസ് മേധാവി ഈ കസ്റ്റഡി നടപടി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഷൊർണൂർ DYSP N മുരളീധരന്റെ സഹായം കൂടി SID സംഘത്തിന് നൽകുകയും ചെയ്യായിരുന്നു. പിന്നീട് ഇന്നലെ നടന്ന ആ ഒരു കസ്റ്റഡി പ്രൊസീജിയർ എന്ന് പറയുന്നത് ഷൊർണൂർ DYSP N മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിനോടൊപ്പം തന്നെ SID സംഘവും ഇന്നലെ KPM ഹോട്ടലിന്റെ പരിസരത്തേക്ക് എത്തി കാത്തു നിൽക്കുന്നു. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുറിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ എന്ന കാര്യം SID സംഘം ഉറപ്പുവരുത്തുന്നു. 3 പോലീസ് ജീപ്പുകൾ KPMന്റെ പരിസരത്തേക്ക് വരികയാണ്. ഒന്ന് പാലക്കാട് പ്രസ് ക്ലബിന് മുന്നിൽ നിർത്തുന്നു, മറ്റൊന്ന് KPM ഹോട്ടലിനകത്തും ഒന്ന് KPM ഹോട്ടലിന് എതിർവശത്തുള്ള ബാങ്കിന്റെ പരിസരത്തും നിർത്തി കാത്തു നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് 8 അംഗ പോലീസ് സംഘം, ഇതിൽ ഷൊർണൂർ DYSP N മുരളീധരനുണ്ട്, അതുപോലെ തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അടങ്ങുന്ന 8 അംഗ പോലീസ് സംഘം ഈ KPM ഹോട്ടലിനകത്തേക്ക് കയറുന്നത്. നേരെ പോകുന്നത് റിസപ്ഷനിലേക്കാണ്. റിസപ്ഷനിലേക്ക് പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ 2002 എന്ന് പറയുന്ന മുറിയിൽ ഉണ്ടെന്ന കാര്യം ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം പിന്നീട് ഈ വിവരം അവരിൽ നിന്ന് പോലും ചോരരുത് എന്നൊരു നിർബന്ധം SID സംഘത്തിനുണ്ടായിരുന്നു. ആ ജീവനക്കാരിൽ നിന്ന് അവരുടെ ഫോണുകൾ ശേഖരിക്കുകയും പിന്നീട് ഇവർക്കൊപ്പം തന്നെ അവിടുത്തെ സ്റ്റെപ്പുകൾ മാർഗം പിന്നീട് ഈ രാഹുൽ താമസിച്ചിരുന്ന 2002 എന്ന് പറയുന്ന മുറിയിലേക്ക് കയറിപ്പോവുകയും അവിടെ വെച്ച് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റിനകം തന്നെ ഈ നടപടികളെല്ലാം പൂർത്തീകരിച്ച് ആ മുറിയിലെ കീ ഉൾപ്പെടെ ശേഖരിച്ച ശേഷം SID സംഘം വീണ്ടും റിസപ്ഷനിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ആ മുറിയുടെ പെയർ കീ ആ റിസപ്ഷനിൽ ഉണ്ടായിരുന്നു. ആ പെയർ കീ കൂടി ശേഖരിച്ചതിന് ശേഷമാണ് SID സംഘം KPM ഹോട്ടലിൽ നിന്ന് രാഹുലുമായി അതിവേഗത്തിൽ പത്തനംതിട്ടയിലേക്ക് കുതിക്കുന്നത്. ഈ മുറിക്കകത്ത് രാഹുലിന്റെ ചില ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉണ്ട്. ഇപ്പോൾ ഈ മൂന്നാമത്തെ പരാതി നൽകിയിട്ടുള്ള അതിജീവിതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, നിർണായകമായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകളെല്ലാം രാഹുലിന്റെ ഇലക്ട്രോണിക് ഡിവൈസിൽ ഉണ്ട് എന്ന കാര്യം SID സംഘത്തിന് ഉറപ്പാണ്. ആ ഡിവൈസുകളെല്ലാം ഈ മുറിക്കകത്ത് ഉണ്ട് എന്നുള്ള ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ മുറി പൂർണ്ണമായും പോലീസ് സംഘം സീൽ ചെയ്തിരിക്കുകയാണ്. ഒരാൾക്കും അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല, അവിടെയുള്ള ഒരു തെളിവുകളും നശിപ്പിക്കപ്പെടാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം SID സംഘം നടത്തുകയും ചെയ്തിട്ടുള്ളത്. വളരെ തന്ത്രപൂർവ്വം ഓരോ നീക്കങ്ങളും കൃത്യമായി തന്നെ പരിശോധിച്ചതിന് ശേഷമാണ് SID സംഘം നടത്തിയത്. അത് SID സംഘത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത് ഒരു വിവരവും പുറത്തു പോകരുത്, ചോരരുത്, ഇനി ഒരിക്കലും രാഹുലിന് രക്ഷപ്പെടാൻ ഒരു അവസരവും ലഭിക്കരുത്. ഇതിനു വേണ്ടിയായിരുന്നു ഇത്തരത്തിലൊരു നീക്കം SID സംഘം നടത്തുകയും ചെയ്തിട്ടുള്ളത്.